പ്രയറിന്റെ എനിക്ക് തോന്നുന്നു 7ാമത്തെ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. കലാശക്കൊട്ടാണ്. 7ാമത്തെ ദിവസം പൂർണ്ണതയുടെ ദിവസമാണ്. നമ്മുടെ ലൈഫിന്റെ ആമേൻ എന്തുവാ നമ്മുടെ നമ്മുടെ വാഗ്ദത്തങ്ങളുടെ പൂർണ്ണത വെളിപ്പെടുന്ന ഒരു സംഖ്യയാണ് 7 എന്ന് പറയുന്നത്. ഇന്ന് അത് അങ്ങനെയുള്ള ഒരു ദിവസമാക്കി ദൈവം മാറ്റട്ടെ. ഇതിനകത്ത് കയറിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആമേൻ ദൂതുകൾ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ പലരുടെയും ജീവിതത്തിൽ ദൈവം പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് മിറക്കിളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. ചില സമയങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് വളരെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ആമേൻ പ്രത്യാശയോടെ തന്നെ ആയിരിക്കുക. ഒരു മഴയുണ്ട്, നിശ്ചയമായിട്ടൊരു മഴയുണ്ട്. ഹല്ലേലൂയ. മേഘം പൊങ്ങുന്നുണ്ടോ? കൈപ്പത്തിയോളം മേഘം പൊങ്ങുന്നുണ്ടോ? മീൻസ് മേഘം പൊങ്ങുന്നതിന് മുൻപേ പ്രവാചക ശിഷ്യന്റെ ബാല്യക്കാരൻ പുറത്തുപോയി നോക്കി 3 പ്രാവശ്യം നോക്കി, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ 3ാമത്തെ പ്രാവശ്യം ഒരു കൈമേഘം വലിപ്പത്തിൽ ഒരു മേഘം പൊങ്ങി വന്നു. ഒരു മഴ അവർക്കുണ്ടായി. അതുപോലെ ഇന്ന് രാത്രി ആമേൻ നമുക്ക് വേണ്ടി ദൈവം ഒരു മഴ ആമേൻ പെയ്യിക്കട്ടെ. ഭൗതികമായും പെയ്യിക്കട്ടെ, ആത്മീയമായും പെയ്യിക്കട്ടെ. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇപ്പൊ ഒരു ചൂടിന്റെ ഒരു കാലാവസ്ഥ അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൗതികമായിട്ട് മഴ പെയ്യിക്കട്ടെ, ആത്മീയമായിട്ട് മഴ പെയ്യിക്കട്ടെ എന്ന്. ഇന്ന് രാത്രി വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നമുക്ക് ഇരിക്കാം. ലാബ്രഹദൻ അല്പസമയം നമുക്ക് ആത്മാവിൽ അന്യഭാഷയിൽ 2-3 മിനിറ്റുകൾ നമുക്ക് ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം നമ്മൾ ശുശ്രൂഷയിലേക്ക് കയറും. അല്പസമയം ആത്മാവിൽ കൃതൽ സ്തുതിച്ചാട്ടെ. അതുരിഘടകജനം ധരഘടകല്ലം ധരിഘട്ടം ആലഘട്ടം ഭർത്തരാദിഘടകം അണ്ടകാലി ഘടഘോഷ ഭർത്തലേസ ഭർത്തേനിയ. ആമേൻ. ദൈവാത്മാവെ, ഇന്ന് 7ാമത്തെ ദിവസം ഞങ്ങളുടെ നടുവിൽ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ ആയവിടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആമേൻ കർത്താവെ വെളിപ്പെട്ടിരിക്കുക. നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചില റിസൾട്ടുകളെ കാണണം. ആമേൻ. ആത്മാവ് പറയുന്നു റിസൾട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ചില റിസൾട്ടുകൾ വെളിപ്പെടാൻ പോകുന്നു. റിസൾട്ടുകൾ വെളിപ്പെടാൻ പോകുന്നു. റുമ ഹദന റബൽ കമന ഘടകം ഷൈഡബാലബാലബം അധുരിഘടകലതം ശകരധേരിഘട്ടം ധുരികലഘട്ടം ധിരിഘടകക്ഷ പ്രാർത്ഥനകളുടെ റിസൾട്ടുകൾ, കാത്തിരിപ്പുകളുടെ റിസൾട്ടുകൾ റാസി മന ജുഡിബിലാധി കലകധുരീക ശകലഘടകസി ലേബ്രാത്തല ജുഡകലഘടകസി അലൻ ബാംഗ്ലൂർ. ആ ഡിവൈസിനകത്തിരിക്കുന്ന കർത്തൃദാസനോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് രാത്രി ചില റിസൾട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. ആ റിസൾട്ടുകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുകയാണ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട റെമോസിബല ജുരേഗലിഘടകസി ഒരു പേരിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി സിജോ എന്നൊരു പേര് ദൈവാത്മ വെളിപ്പെടുത്തുന്നു. നിങ്ങളുമായിട്ട് കണക്ട് ആണോ, ഇനി കണക്ട് ആകാനുള്ള ആളാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സിജോ എന്ന പേരുമായി ബന്ധപ്പെട്ടൊരു വലിയ ഒരു കൊയ്ത്തൊരു റിവൈവൽ നടക്കുന്നു. റോസ്ബ ചിലിറ ഷഖേനിയ നോർത്ത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളും പല ദേശങ്ങൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. നോർത്ത് ഇന്ത്യയിലേക്ക് ആമേൻ ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ കൊണ്ട് കർത്താവിനെ ചെയ്യിക്കാനുണ്ട്. ലേറ അസിയാൽ തന്നെ ചില റിസൾട്ടുകൾക്ക് വേണ്ടി, ചില പ്രാർത്ഥനയുടെ റിസൾട്ടുകൾക്ക് വേണ്ടി ഇന്ന് രാത്രി നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു റോക്കോ ലോബോ സിഖലി ഘടക സന്ധേനികൾ ഘടകസി എക്സ്പീരിയൻസുകൾ എല്ലാം അവസാനിച്ച് കർത്താവ് എന്തെങ്കിലും നീ ചെയ്താൽ മാത്രമേ എൻ്റെ ലൈഫിൽ ഉള്ളൂ എന്ന ആമേൻ എന്ന വിഷയത്തോടെ ഇന്ന് രാത്രി പ്രിയ ആമേൻ ദേവാസനെ നിങ്ങൾ മുട്ടുമടക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മഴ ഡാല കരാതി കലകർത്തലി ഘടകക്ഷസി 3 വർഷത്തിനു മുൻപ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മഴയെ ദൈവാത്മാവ് കാണിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് ഈ മഴ നിങ്ങൾക്ക് വേണ്ടി പെയ്യേണ്ടതാണ്. എന്നാൽ ചില തടസ്സങ്ങളാൽ ആ മഴയെ ബ്ലോക്ക് ചെയ്ത ചില അന്യായ ദുഷ്ടശക്തികൾ ഇന്ന് പകൽ തകർന്ന് രാത്രി തകർന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു മഴയെ ദൈവാത്മാവ് പെയ്യിക്കുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചായിട്ട് ചില റിസൾട്ടുകൾ മെയ് മാസത്തോടെ ചില റിസൾട്ടുകൾ നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ചില ഫോൺ കോളുകളായി ചില റിസൾട്ടുകൾ റാബാലി ഹറാമ ഷഖേനിയ ലേധുരഘടകസ ഇപ്പോൾ ചില ക്രൂഷ്യൽ സിറ്റുവേഷന്റെ അകത്ത് നിങ്ങൾ കടന്നു പോകുകയാണ്. എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു നിലവാരത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ മീറ്റിംഗിന്റെ അകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചില റിസൾട്ടുകൾ ഒരുങ്ങുകയാണ്. റാഖമന
ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി പ്രിയ ബ്രദറിനോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുമ്പോൾ തന്നെ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഓ റിസൾട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, റാഖബന റഗൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചില റിസൾട്ടുകൾ വേണം. പ്രാർത്ഥിച്ചിട്ടും റിസൾട്ടുകളില്ല, അധ്വാനിച്ചിട്ട് റിസൾട്ടുകളില്ല, ഉടകമന ജനകലഘടക ദുരിഘടകച്ചി റിസൾട്ടുകളില്ല. ഇന്ന് രാത്രി ചില റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ദൈവാത്മ പറയുന്നു, റിസൾട്ടുകൾ വരികയാണ്, റിസൾട്ടുകൾ വരികയാണ്. റബ ശരബലയാധിനിയ ലിബ്രേറ്റലയ ബ്രോ സിഗലിയർത്തോഷ്കലായി ലേബ്രാധിനി ഘടകലബ. ആത്മാവിൽ അല്പസമയം തുടർന്നാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. റിബ ഹന്താന റഗമനാജകം അധുനിബില ഘടകം ജനകല ഘടകം ഷകൽ ഘടകസി ലബ്രാത്തിന് ലാലിയാൻഡി, മുംബൈയിൽ നിന്ന് ലാലിയാൻഡി ചില റിസൾട്ടുകൾ വരികയാണ്. ചില വിഷയങ്ങളുടെ മേൽ നിങ്ങൾ റിസൾട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തലമുറകളുമായി ബന്ധപ്പെട്ട് ചില റിസൾട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ചില റിസൾട്ടുകൾ നിങ്ങളെ തേടി വരും. അടകമന അറകൽക്കടക ജുടകല. ഈ മീറ്റിംഗ് തുടങ്ങുന്ന ആ സമയം മുതൽ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചില റിസൾട്ടുകൾ നിങ്ങളെ തേടി വരും. ചില റിസൾട്ടുകൾ റാഖബന റിഗൽക്കടകസി, ചില ഫോൺ കോളുകൾ, ചില യാത്രകളുമായി ബന്ധപ്പെട്ട്, ചില മിനിസ്ട്രിയുടെ യാത്രകളുമായി ബന്ധപ്പെട്ട്, ജോബിന്റെ യാത്രകളുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് ചില റിസൾട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. റോസഖലിബറൈറ്റിനിയ ലേബ്രബന ഘടക ലഘതന ഗക്ഷല റിഗൽക്കടകസിയ ഉറായിറ്റലബറോ സിഗൽക്കടകസിയ റിസൾട്ടുകൾ വരികയാണ്. ഹോ റിമാന ഹോ സിഗാര ലഗത്തോറിയ ലഗബരാശ ലിബർത്തര ഘടകസി. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ബ്ലെസ്സിങ്ങിനെ തടയുന്ന, ഇവരുടെ നന്മയെ തടയുന്ന, ഇവരുടെ ഹല്ലേലൂയ അടുത്തൊരു എഴുന്നേൽപ്പിനെ തടയുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ റമ ഷെക്കേലിയ തുറോസിയാൽ ബേനി സർജറിക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവർ സർജറികൾ ക്യാൻസൽ ആകുകയാണ്. സർജറികൾ ക്യാൻസൽ ആകുന്നു. റോഖമ ശന്തന റഗൽ ഘടകം ലേബ്രദി സഗൽറ്റേനിയ ലേബ്രക്കലിയ സർജറികൾ ക്യാൻസൽ ആകുന്നു. ബ്ലഡുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് രാത്രി അത് ക്യാൻസൽ ആകുന്നു. റോഖബ ശന്തല റഗൽ ഘടകസി. ബ്ലഡുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ചില രോഗങ്ങൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകുകയാണ്. അസാധാരണമായിട്ടുള്ള വിടുതലുകൾ, അസാധാരണമായിട്ടുള്ള ഡെലിവറൻസുകൾ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് സംഭവിക്കുന്നു. റോമ ശമനാദി ലബ്രോധി ലേറ്റോറോസ്ബി ലിഫ്രാ ഖലിയ മനായിതുൽഫി റൂബിലിഹസ ഫർഖിലിയാർത്തന ലെബ്രിയസഖില ബ്രൂഫിയസ്കേരി ബ്രെയിൻഡലയാതി ലിബ്രയതന. അന്യഭാഷ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു ആന്റി പ്രാർത്ഥിക്കണം. ഈ സൂം മീറ്റിംഗുമായി ബന്ധപ്പെട്ട് മാനുഷികമായിട്ടുള്ള വാക്കുകളുടെ എതിരുകളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ചിലരെ വിലക്കുക, ഇതിനകത്ത് കയറരുത്, ഇത് ശരിയല്ല. ഇങ്ങനെ ഭയങ്കര ഫ്ലറിഷായി വന്നത് പെട്ടെന്ന് ഇരുത്തി കളയുന്നത് പോലെ ഒരു വ്യാപാരത്തെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി അതിന്റെ അകത്ത് സ്വർഗം ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. പാസ്റ്റർമാരെന്ന് പറയുന്നവർ തന്നെ ഇതിന്റെ അകത്ത് കയറരുതെന്ന് വിലക്കി വ്യക്തികളെ തെറ്റിദ്ധാരണകൾ കൊണ്ടിട്ട് ഈ മിനിസ്ട്രിയെ ഉന്മൂലനാശം ചെയ്യാൻ പിശാച് അവരുടെ അകത്ത് കയറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ അകത്തൊരു ജയം. റേഖബന. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരു വിഷയം ഇതാണ്. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഗ്രൂപ്പ്, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ചർച്ചുകൾ, വിശ്വാസികൾ, പക്ഷെ ഇതിന്റെ അകത്ത് തെറ്റിദ്ധാരണകളെ കൊണ്ടിട്ട് മുളയിലെ നുള്ളിക്കളയുന്ന ചില പോരുകളെ ഇന്ന് രാത്രി ആത്മാവ് ശാസിക്കുകയാണ്. ആത്മാവ് അതിനെ ശാസിക്കുന്നു. റൂപ ഹല്ലാദി ഘടബോധി കമ്പാരി കെട്ടി അത്തരകെട്ടി കടകം ജനകാലി ഘടകം തെരികേതകക്ഷം ധരഘടകക്ഷം താരകലികം. യേശുവിന്റെ നാമത്തിന് വാക്കുകളാൽ മാനുഷിക ചിന്തകൾക്കകത്തിട്ട് നെഗറ്റീവായിട്ടുള്ള തെറ്റായ ചിന്തകളെ തെറ്റായ വാക്കുകൾ കൊടുത്ത് തെറ്റായ ചിന്തകളെ ജനിപ്പിച്ച് വ്യക്തികൾക്കകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വാക്കുകളുടെ സ്വാധീനങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അതിനെ ശാസിക്കുകയാണ്. മാറുക. പൈശാചിക മേഖലയ്ക്ക് ഒരു ഭീഷണിയാകുമെന്ന് കണ്ട പിശാച് മനുഷ്യന്റെ അകത്ത് കയറി ഈ ഗ്രൂപ്പിനെ നശിപ്പിക്കുവാൻ നോക്കുന്ന, ഈ പ്രയർ ഗ്രൂപ്പിനെ ഉന്മൂലനാശം ചെയ്യാൻ നോക്കുന്ന എല്ലാ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ വിടുക.
അടകഥൻ എല്ലാവരും പ്രാർത്ഥിച്ചട്ടെ. നിങ്ങൾ അമ്മൻ ഒരാളെങ്കിലും ഇതിനകത്ത് കയറിയിരിക്കുന്ന വ്യക്തികൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗ്രൂപ്പ് വഴി നിങ്ങൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൂടി ഈ ഗ്രൂപ്പിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇന്ന് രാത്രി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമൻ. ഈ ഗ്രൂപ്പിനെതിരെ അഴിച്ചുവിടുന്ന അപവാദങ്ങൾ, ഈ പ്രയർ ഗ്രൂപ്പിനെതിരെ അഴിച്ചുവിടുന്ന തെറ്റിദ്ധാരണകൾ റാന സഗനാദിയ ലബ്രാന അടകപരാജകൾ ഘടകസിയൽക്കന യേശുവിന്റെ നാമത്തിൽ അഴിയുക അഴിയുക അഴിച്ചു പ്രാർത്ഥിച്ചാട്ടെ. ഇതിനകത്ത് അധികാരമുള്ള എത്ര പേരുണ്ട്? അധികാരികൾ എത്ര പേരുണ്ട്? അധികാരത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ഈ ഗ്രൂപ്പ് ഇനിയും വളരേണ്ടതാണ്. ഇത് രാജ്യങ്ങൾ കടക്കേണ്ടതാണ്. ഇന്റർനാഷണൽ തലങ്ങളിൽ ഈ ഗ്രൂപ്പ് എത്തിച്ചേരേണ്ടതാണ്. ചിലരുടെ വിടുതലിന് ഈ ഗ്രൂപ്പ് കാരണമാകേണ്ടതാണ്. എന്നാൽ ഇതിനെ മുളയിൽ വെച്ച് നുള്ളിക്കളയുന്ന ഓ റബ ശംദലറകമനാധികൾ ഘടകദിന സകൽത്തരികാജകസ്തം ലൂബ്രക്കലി ഖറാമിനാസി കറൂതലേതി കടേജകക്ഷസി. ഇത് പറയുമ്പോൾ തന്നെ ആരുടെങ്കിലും മൊബൈൽ നമ്പറിന്റെ അവസാനമാണോ അത് വീട്ടു നമ്പർ ആണോ എന്ന് എനിക്കറിയത്തില്ല. 4890 ഇങ്ങനെ ഒരു നമ്പർ കാണിക്കുന്നു. 4819. ആമൻ. ആർക്കെങ്കിലും അതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ നമ്പർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. 4890 4819 നിങ്ങളുടെ വീട്ടു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നമ്പറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓ റബ തുടർന്ന് പ്രാർത്ഥിച്ചാട്ടെ. റാസ തിലീറ ചുനീദ ലബ ശംബ്രാലയാദി ലാബ്രുയോ ഖോസി ബലൈതൽ ഫിയസ്ബ റിബീലി ഹോഷവ റംധൂനിയേലം ജനം ഫത്തിനേജം ധരികൽ കരേതി ഘടകം ദുരിഘടകലധാനി കശത്തേരി കെട്ടി കാലികെട്ടിക്കട പാതയാതി കെട്ടി യേശുവിന്റെ നാമത്തിൽ വാക്കുകൾക്കകത്തുള്ള എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയുക അഴിയുക. മിനിസ്ട്രിക്കെതിരായി അഴിച്ചുവിട്ട ബന്ധനങ്ങൾ, മിനിസ്ട്രിക്കെതിരായി പറഞ്ഞ അപവാദങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലബാന ഹന്താന ജുഡബാന റകൽക്കടക ദുരഘടകശ ലബ്രാന ലേർത്തുനിയസ ലിഖേനിയസ ലഖാദിക. കഴിയുമെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്യാൻ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ വീഡിയോകൾ ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. വീഡിയോകൾ ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോകൾ ഓൺ ചെയ്താട്ടെ. റാധുനിബേലി കരോദികൾ കഥജന തിരികലഘടകം ദുരഘടകം ജനകാലം പരകാതി കരഘോഷം പരദേരി യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് രാജ്യങ്ങൾ ചെല്ലട്ടെ. വ്യക്തികൾക്ക് മാനസാന്തരങ്ങൾക്ക് കാരണമായി തീരട്ടെ. വിടുതലുകൾക്ക് കാരണമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൂപ്പിനെതിരെ അഴിച്ചുവിടുന്ന അപവാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഔട്ട് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് മാറുക. യേശുവിന്റെ നാമത്തിനകത്ത് വിടുതൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ അവനെ കെട്ടഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ ആമൻ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കും. ഈ 7ാമത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വിജയം ഇതാണ്. ആമൻ. ഈ ഗ്രൂപ്പിനെതിരായി പല ഇടങ്ങളിൽ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് ഈ ഗ്രൂപ്പിനകത്തേക്ക് വ്യക്തികളെ കയറ്റാതെ ഈ ഗ്രൂപ്പിനകത്തുള്ളവരെ തന്നെ ചാക്കിട്ട് പിടിച്ച് അടുത്ത ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി മിനിസ്ട്രികളെ നടത്തുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പക്ഷെ ഇതെല്ലാം പൊളി നീതിയായിട്ടുള്ളത് വെളിപ്പെടുത്തും. ഇന്ന് സൂമുകളെല്ലാം ആമേൻ നല്ലതായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന ഒരു ബിസിനസ് മാർഗമാണെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നന്മയായി ചെയ്യുന്നവർക്ക് പോലും ആമേൻ ഇതൊരു നല്ലതാകാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ ആമേൻ പാസ്റ്റർമാര് തന്നെ ഇതിന് മുന്നിൽ ഇറങ്ങുമ്പോൾ നമ്മളിത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം ആമേൻ പൈശാചികരെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഒത്തിരി ആമേൻ ഞാൻ വലിപ്പമായിട്ട് പറയുന്നതിലും ആ ഏരിയക്കകത്ത് കൈകാര്യം ചെയ്യുന്നവരോട് നിങ്ങൾക്ക് ബീനാൻ്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി അറിയാൻ കഴിയും. ആമേൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇവരെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പണി കിട്ടുന്ന ഒരു കേസാണ് പൈശാചികരല. അതോടൊപ്പം തന്നെ ദേവദാസന്മാരും ദൈവമക്കളും ഐക്യതപ്പെട്ടില്ലെങ്കിൽ ദേശങ്ങളിൽ ഇത് അങ്ങ് കയറി വാഴും. ആമേൻ. ഹല്ലേലൂയ. ചർച്ചുകൾ പൂട്ടിക്കും. ദൈവദാസന്മാർക്കെതിരെ അമ്പുകൾ തൊടുത്തുവിടും. കാരണം ഇത് ആമേൻ അന്യ മതസ്ഥർ ചെയ്യുന്നവരെല്ലാം നമ്മുടെ അകത്ത് വീണ്ടെടുക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്നവർ, സ്നാനപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്നവർ, കൃപാവര ശുശ്രൂഷ ഉള്ളവരെന്ന് തന്നെ യൂണിറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ ആമേൻ ദേശത്ത് പൈശാചിക റലങ്ങൾ പ്രബലപ്പെടും. ഇന്ന് രാത്രി ആമേൻ ഇതിനകത്തിരിക്കുന്ന ഒരു ജനറേഷനോട് ഞാൻ പറയും, ഇതിലൊന്നും കൈ കൊടുക്കാതെ സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ ഇതിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കണ്ടുവരുന്ന സകല അനൈക്യങ്ങൾ, പിശാചിടുന്ന അനൈക്യങ്ങൾ പാസ്റ്റർമാരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ആമേൻ തെറ്റിദ്ധാരകളെ കൊണ്ടിട്ട് പറയുന്നത് ആമേൻ പരസ്പരം മനസ്സിലാകാതെ ചിന്തിപ്പിക്കാതെ അതിനെ പെട്ടെന്ന് ഒരു ഇമോഷണൽ ഏരിയക്കകത്ത് കഴിഞ്ഞ ദിവസം റാന്നിയിൽ നിങ്ങൾ കണ്ടു കാണും. ഒരു പെന്തക്കോസ് ചർച്ചിനകത്ത് നടന്ന അടി നിങ്ങൾ കണ്ടു കാണും ഫേസ്ബുക്കിനകത്ത്. എനിക്ക് വളരെ വിഷമം തോന്നി. ആമേൻ പാസ്റ്ററിനെ അതിന്റെ ഇടയിൽ കാണാൻ അടിച്ചു എവിടെയെങ്കിലും വെച്ചോ എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. ഞാൻ അവിടെ ഒന്നും തപ്പിട്ട് പാസ്റ്ററിനെ കാണാനില്ല. എന്താണ് സംഭവം എന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ ഇന്നത്തെ സഭകളുടെ ദയനീയ അവസ്ഥ കണ്ട് ഞാൻ കരയുമായിരുന്നു ഇവിടെ നിന്ന്. കർത്താവേ,
എത്ര വിശ്വസ്തരായവരെ നീ ഏൽപ്പിച്ചു, എത്ര വിശ്വസ്തരായവർക്ക് നീ കൃപാവരം കൊടുത്തു, എത്ര ചർച്ചുകളെ കർത്താവ് നീ ഫ്ലറിഷിലേക്കും റിവൈവിലേക്കും കൊണ്ടുവന്നിട്ട് എന്തുവാ നമ്മുടെ ദേശത്തിന്റെ അവസ്ഥ എന്താ ഇങ്ങനെ ആയത്? ആമൻ, ഞാൻ വളരെ ഭാരത്തോടെ കരയുണ്ട് കർത്താവ്. ആമൻ, ഒരു കോവിലിൽ പോലും, അല്ലെങ്കിൽ എന്തോ ഒരു മന്ദിരത്തിൽ പോലും, എന്തുവാ ഒരു ക്ഷേത്രങ്ങളിൽ പോലും നടക്കാത്ത ഒരു വലിയ, ആമൻ, ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് റാന്നിയിലുണ്ടായത്. വളരെ ഭാരപ്പെട്ടു. ആ അയൽവക്കത്തുള്ളവരെല്ലാം ചർച്ചിനകത്ത് നടന്ന അടി കാണാൻ വേണ്ടി നിൽക്കുക. ചർച്ചിനകത്തുള്ള റിവൈവൽ കാണാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ചർച്ചിനകത്ത് വെളിപ്പെട്ട അടി കാണാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ആത്മീയലോകം അതമ്പതിച്ചു. നമ്മൾ പ്രാർത്ഥനയിൽ കയറേണ്ട ആവശ്യകതയുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണ് തുറക്കണം. അക്രൈസ്തരുടെ കണ്ണ് തുറക്കുന്ന പ്രാർത്ഥന വിട്ടിട്ട് ഇന്നത്തെ സീസൺ ദൈവം പറയുന്നത്, ആമേൻ, ദേവദാസന്മാരുടെ കണ്ണ് തുറക്കണം. ആമേൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന നിൽക്കണം. ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ, നമ്മളെ പോലെ സത്യസന്ധമായിട്ട് ദൈവവേല ചെയ്യുന്നവർക്ക് പോലും സത്യസന്ധമായിട്ട് ദൈവവേല ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആമൻ ലോക്കിടുന്നത് ദൈവമക്കൾ തന്നെയാണ്. ഇന്ന് രാത്രി നമ്മൾ അതിനു വേണ്ടിയിട്ട് ആമൻ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഒരു വിടുതൽ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് രണ്ടു തരം ആൾക്കാരുണ്ട്. വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഇതിനകത്ത് കയറിയിരിക്കുന്നവരുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആമൻ, ആത്മീയ ലോകം ഇത്രമാത്രം അതമ്പതിച്ചു പോകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കേണ്ട സമയമായി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവെടുത്തു. ആമൻ, ഒരു ശേഷിപ്പ് മാത്രമേ ദൈവസേനയിൽ എടുക്കപ്പെടുത്തുള്ളൂ. അതിനു മുൻപേ ഈ ദേശത്ത്, നമ്മൾ പാർക്കുന്ന ദേശത്ത്, നമ്മുടെ അയൽദേശത്തൊക്കെ സമാധാനപരമായിട്ടൊരു അന്തരീക്ഷം വരണം. ഞാനിത് പറയുമ്പോൾ തന്നെ ഈ ഗ്രൂപ്പിനകത്ത് ഏതോ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, ഒരു തലമുറയുമായി ബന്ധപ്പെട്ട് ആ വിഷയം ആന്റി പ്രാർത്ഥിക്കണം. നമ്മള് വളഞ്ഞിരുന്ന്, കുറ്റിക്കാടിന്റെ ഇടയിൽ വളഞ്ഞിരുന്ന് ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവത്തെ ദൈവാത്മാവിനെ കാണിക്കുന്നു. അത് മദ്യപിക്കുന്ന ഒരു മകനാണ്. എയിൽ തുടങ്ങുന്ന ലെറ്ററുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒത്തിരി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇതിനകത്തുണ്ട്. എ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു മകൻ. ആ മകൻ നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്, വിവാഹിതനാണ്. പക്ഷേ അദ്ദേഹത്തെ വളഞ്ഞിട്ട് കുറ്റിക്കാട്ടിന്റെ ഇടയിൽ നിന്നും ഒരു സംഘം പുറത്തു വന്ന് വളഞ്ഞിട്ട് കത്തിയും കടാരയും ഒക്കെ ആയിട്ട് ചാടി വീണ് ആക്രമിക്കുന്ന ഒരു രംഗത്തെ ദൈവാത്മാവ് കാണിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഭവനത്തിനകത്ത് മദ്യപിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരനർത്ഥവും നമ്മുടെ ഭവനത്തിനകത്ത് വരരുത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ പോയി. എ എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന പേരുമായി ബന്ധപ്പെട്ട്, അവരുടെ നെയിമിന്റെ പേരിന്റെ ആദ്യമാണോ, അവർ താമസിക്കുന്ന ദേശത്തിന്റെ പേരിന്റെ എ എന്ന് പറയുന്ന അക്ഷരമാണോ എനിക്കറിയത്തില്ല. എ എന്നൊരു ലെറ്റർ എന്നെ കാണിക്കുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ അങ്ങനെ ഒരു അനർത്ഥം സംഭവിക്കരുത്, അങ്ങനെ ഒരു ആക്രമണം സംഭവിക്കരുത്. ഓ റഷമധന ഘടകസി ആ വിഷയത്തെ എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ദൈവം ഇടിവിൽ നിന്നുള്ള ഒരു ഇന്റർസെഷൻ പ്രയറിന്റെ ഒരു ലെവലിലോട്ട് ദൈവാത്മ കൊണ്ടുപോകുന്ന ഓരോ മീറ്റിംഗിന്റെ അകത്തും ദൈവം വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ, ഒരു തലമുറയുടെ മേലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകരുത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിവിലുണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ദൈവാത്മാവ് അങ്ങനെ ആരെങ്കിലും കാണിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് സംഭവിക്കാൻ പാടില്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവനാമം ദുഷിക്കും. അങ്ങനെ ഉണ്ടാകാൻ അനുവദിക്കരുത്. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ വീട്ടിനകത്ത് നടക്കാൻ പിശാച് പ്ലാൻ ഇട്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വീട്ടിനകത്ത് മദ്യപിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ആ മദ്യപാനത്തിന്റെ സ്പിരിറ്റ് ഈ ദിവസങ്ങളിൽ ഭവനങ്ങളുടെ അകത്തുനിന്ന് അഴിയണം. അങ്ങനെ ഭർത്താക്കന്മാരുണ്ടെങ്കിലും പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ആക്രമണം ഏത് സമയത്ത് പിശാച് അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. നമുക്ക് വിടുതലുള്ളത് കൊണ്ടാണ് ദൈവാത്മാവ് ഇത് വെളിപ്പെടുത്തുന്ന. ഒരുമിച്ച് ചേർന്ന് നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഒരു അനർത്ഥവും ഒരു അടിപിടികളും ഒരു കത്തിക്കുത്തുകളും ദേശങ്ങളിലോ ഞങ്ങളുടെ ഭവനങ്ങളിലോ സംഭവിക്കാതെ വണ്ണം ഇതിനകത്ത് അനിൽ എന്ന് പേര് ഉള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ഏതെങ്കിലും അമ്മയ്ക്കും അപ്പനോ അനിൽ എന്ന് പേര് പറയുന്ന ഏതെങ്കിലും മകന്റെ പേരോ അങ്ങനെ ആരെങ്കിലും പേരുണ്ടോ? നിങ്ങളുമായിട്ട് ആരെങ്കിലും ബന്ധമുണ്ടോ? അനിൽ ഈ വിഷയമല്ല, പക്ഷെ ഈ ഒരു പേര് ദൈവാത്മാവിനെ വെളിപ്പെടുത്തി. ഡിവൈസിനകത്ത് ഇരിക്കുന്നതും അല്ല. ഡിവൈസിനകത്ത് അനിൽ എന്ന പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഗ്രൂപ്പിനകത്തിരിക്കുന്ന ആരെങ്കിലുമായിട്ട് അനിൽ എന്ന പേരുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ കമന്റ് ചെയ്യുക. ഹല്ലേലൂയ. ചില അനർത്ഥങ്ങൾ ഇന്ന് പകൽ ഒഴിവാകുക. പിന്നെ അതിന്റെ എല്ലാ പ്രാവശ്യവും ഞാൻ സൂം മീറ്റിംഗ് നടത്തുന്ന പോലെ അല്ല കേട്ടോ. ഇതൊരു എനിക്കറിയത്തില്ല, ഒരു റിപ്പന്റൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ പിശാചു ചില അനർത്ഥങ്ങൾ ഒരുക്കുന്ന ഒരു
ഒരു ഭയാനകത ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ എത്ര വചനം പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. എത്ര പിന്നെ നിങ്ങൾ ഇങ്ങനെ റെഡിയാകാനുണ്ട് എന്ന് ഒരു പ്രവചനത്തോട് അവർക്ക് കൊടുത്തിരുന്നാൽ പോലും അവർക്ക് അത് അനുസരിക്കാൻ മനസ്സില്ല. അത് മുഖാന്തരം ഭവനങ്ങൾക്കകത്ത് അനർത്ഥങ്ങൾ വരുന്ന അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വചനം കേൾക്കുന്നതിനുപരി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ഒരു ഭവനത്തിന്റെ അകത്തും അനർത്ഥങ്ങൾ ഉണ്ടാകരുത്. ഒരു ഭവനത്തിന്റെ അകത്തും ദൈവഹിതമില്ലാത്ത എന്തുവാ ഒരു ദൈവഹിതമില്ലാത്ത ഒരു സംഭവം ഉണ്ടാകരുത്. പ്രാർത്ഥിക്കാൻ പോവാം നമ്മൾ. ഹല്ലേലൂയ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് യേശുവിന്റെ നാമത്തിൽ. ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അനർത്ഥങ്ങൾ ഒഴിവായി പോകട്ടെ. അനർത്ഥങ്ങൾ ഒഴിവാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഖഡഗോജാതി. ഈ ശോഭ ബോവസ് എന്ന് എഴുതിയിരിക്കുന്ന ഡിവൈസിനെ പ്രിയ സിസ്റ്റർ, നിങ്ങൾ എവിടെ ഏർസിലാ പോകുന്നത്? നിങ്ങൾ ഏർസിലാ പോകുന്നത്? മൈക്ക് ഓണാക്കി പറയാമോ? ഞങ്ങള് ഇവിടെ തിരുവനന്തപുരത്ത് ഏജിയില ചർച്ചില. ട്രിവാൻഡ്രം എവിടെയാ പോകുന്നത്? ഏജിയിൽ എവിടെയാ? ഏജി വിതുര. വിതുര. ഓക്കെ. നിങ്ങൾ എല്ലാരും കർത്താവിലാണോ? കുടുംബക്കാരെല്ലാം കർത്താവിലാണോ? ആ, 2 വീലർ ഉണ്ടോ? നിങ്ങൾക്ക് 2 വീലർ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ആരാ ഓടിക്കുന്നത്? പയ്യനാണോ അതോ അപ്പയാണോ ഓടിക്കുന്നത്? അല്ല, ഹസ്ബൻഡാ ഓട്ടിക്കുന്നത്. ഹസ്ബൻഡ് ഓടിക്കുന്നത്. നിങ്ങളുടെ ആ യാത്രയെ നിങ്ങൾ വളരെ കോൺസെൻട്രേഷനോടെ പോണം. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററിനെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് നിങ്ങളൊരു ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിക്കണം. ചില അനർത്ഥങ്ങൾ പിശാച് പ്ലാൻ ചെയ്യുന്നുണ്ട്. പല അനർത്ഥങ്ങളും നിങ്ങൾക്ക് കണ്ണിൽ തട്ടി പുരുകത്തിൽ പോയി എന്നുള്ളൊരു സംഭവത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ ദൈവം കോരി എടുത്തതായിട്ട് പരിശുദ്ധാത്മാവനെ കാണിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചില ആഭിചാരങ്ങളാൽ ചില അനർത്ഥങ്ങൾ പിശാച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് പേടിക്കാനല്ല, കമ്പൽസറി നിങ്ങൾ ഈ മാസമെങ്കിൽ ഈ മാസം, അല്ലെങ്കിൽ അടുത്ത മാസം പോകരുത്. ഏറ്റവും അടുത്ത ഡേറ്റിൽ തന്നെ നിങ്ങൾ ദേവദാസനെ നിങ്ങളുടെ വീട്ടിൽ വരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് സ്വപ്നം വല്ലതും കണ്ടോ? അതോ വേറെ ആരെങ്കിലും ഇങ്ങനെ ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതിനു മുന്നേ വല്ലതും, ഈ ഇടയ്ക്ക് വല്ലതും ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പ്രാർത്ഥിക്കണമെന്നുള്ളത്? ഇല്ല, ഒരു വീട് വീട് ഇടിഞ്ഞു പോകുന്നതും തീ കത്തുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഫാസ്റ്റിംഗ് വളരെ സ്പീഡ് കുറച്ച് വേണം ബൈക്ക് ഓടിക്കാൻ. അങ്ങനെ പറയണം. ഒരു കുറച്ച് ദിവസത്തേക്ക് വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ അതായത് നിങ്ങളുടെ എതിർ വീട്, അതായത് നിങ്ങളുടെ വീടിരിക്കുന്നതിന്റെ എതിർ വശം ദൈവാത്മാവിനെ കാണിക്കുന്നു. അവിടെ നിന്ന് ശക്തമായിട്ട് നിങ്ങൾക്ക് വെല്ലുവിളികളുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാനല്ല, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികൾ. ഈ പ്രാർത്ഥന പോരാ കേട്ടോ ശോഭ സിസ്റ്ററെ, ഈ പ്രാർത്ഥന പോരാ. സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ദൈവമേ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഉഴപ്പല്ല, എന്നാലും നമ്മുടെ മനസ്സും അടുത്ത് നമ്മൾ ഇച്ചിരി ബാക്കിലോട്ടാണ്. ഞാൻ എന്റെ സഹോദരി എന്നാണ് ഞാൻ സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഡബിൾ കയറണം. ആ വീട്ടിനകത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ആ വീട്ടിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ഡേറ്റിൽ തന്നെ പാസ്റ്ററിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ കുടുംബത്തിനെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ. ഈ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റി തരും. മറ്റൊരു ഭവനം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ താമസിക്കുന്ന സ്വന്തമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറൊരു ഭവനത്തെ ദൈവം തരും. അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമുണ്ട്. നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നിടത്തു നിന്ന് നിങ്ങൾക്ക് ദൈവം ഒരു മാറ്റം തരും കേട്ടോ. പിടിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്, എന്നെ ഇവിടെ ഉറപ്പിക്കരുത്. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഒന്നുകിലും നിങ്ങൾ അത്രയും ദൈവകൃപ പ്രാപിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. പക്ഷെ ഇപ്പോഴുള്ള ഒരു ആത്മീയ ഗ്രോത്ത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്ത് കൊണ്ട് നിങ്ങൾക്ക് ആ വീട്ടിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല. പല പല അനർത്ഥങ്ങളും അതിന്റെ നടുവിൽ നിങ്ങൾ അത് കണ്ടിട്ടുള്ള ആൾക്കാരാണ്, അല്ലേ? ആണല്ലോ. ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ ഈ വീട്ടിനകത്തൊരു പ്രാർത്ഥന ക്രമീകരിക്കുക. എത്രയും വേഗം അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യത്തെ ഒരുക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഡ്രൈവിംഗ് വളരെ സൂക്ഷിക്കുക. ഓക്കെ, നമ്മൾ തിരിച്ചു വരികയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ഓരോ അനർത്ഥങ്ങളും സംഭവിക്കരുത്, ഓരോ അനിഷ്ട സംഭവങ്ങളും സംഭവിക്കരുത്. ഞാൻ എല്ലാ പ്രാവശ്യവും വളരെ ഫ്രീ ആയിട്ടാണ് ഈ സൂമിനകത്ത് മീറ്റിങ്ങിന് കയറുന്നത്. ഞാൻ കയറുന്ന സൂമുകളിൽ ഏറ്റവും എനിക്ക് ഫ്രീ ഉള്ള ഒരു സൂമാണ് ബീരാഞ്ചിയുടെ സൂം. ഒത്തിരി ഇടങ്ങളിൽ ഞാൻ മിനിസ്ട്രിക്കും ഓഫ്ലൈനും പോകുന്നുണ്ട്, ഓൺലൈനും പോകുന്നുണ്ട്.
പുറത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഭയങ്കര ഫ്രീഡമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരുടെ ചർച്ചും ഈ മിനിസ്ട്രി ഈ ഈ സൂം ഗ്രൂപ്പുമാണ്. പക്ഷെ ഇന്ന് എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാല് ഈ അനർത്ഥത്തെ ഒഴിവാക്കാൻ നിങ്ങൾ ശക്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു മാസമായിരിക്കണം ഏപ്രിൽ മെയ്. ഈ ഏപ്രിലും മെയ്യും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അവൻ അലമുറയിട്ട് നിങ്ങൾ കരയണം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി. അവന് കൂടുതൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പിശാച് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് തലമുറകളുമായി ബന്ധപ്പെട്ടാണ്. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി പേർ ഇതിനകത്തോട് തലമുറകളെ അവൻ വഴിതെറ്റിച്ച് തലമുറകളുടെ മേൽ അനർത്ഥത്തെ വരുത്തി അവരെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യാൻ പിശാചിട്ടിരിക്കുന്ന പ്ലാൻ. റെജീന ജോർജ് ആ വീടും ആ ഭവനവും ശക്തമായിട്ട് ആന്റി തലമുറകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. പിശാജ് അവന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റേ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിക്കകത്താണ് ദൈവാത്മാവിനെ കാണിക്കുന്നു. വളരെ വളരെ ദുഃഖിച്ച് വളരെ ഭാരപ്പെട്ട് വേദനയോടെ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ കയറിയിരിക്കുമ്പോ നമ്മെ തലമുറകളെ ഓർത്ത് അലമുറയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്ററിനെ വരുത്തി നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് തന്നെ പറയണം. ഞാന് പേരെടുത്ത് പറയുന്ന അത്രയും ദൈവാത്മാവ് എന്നോട് ഭയങ്കരമായിട്ട് പറയുന്നവരെ മാത്രമേ ഞാൻ പേരെടുത്ത് പറയുന്നത്. പേരെടുത്ത് പറയാത്തവരാരും പ്രാർത്ഥനയിൽ ഉഴപ്പരുത്. നിങ്ങളും ആമേൻ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കണം. ഇതൊരു പ്രാവചനിക ശബ്ദമാണ്. ദൈവത്തിന്റെ വായാണ് പ്രവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന്റി ശക്തമായിട്ട് റെജിന ആന്റി പ്രാർത്ഥിക്കണം തലമുറകൾക്ക് വേണ്ടി. മകനുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. മൂത്ത ആളാണോ ഇളയ ആളാണോ മകൻ? ഒരു മോനേ ഉള്ളു. ഒരു മോനേ ഉള്ളു. ഒരു എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? മുൻപ് നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. ആന്റി ഇപ്പൊ എവിടെയാ? ഞാൻ ദുബായില് ദുബായില്. പുള്ളി എന്താ ജോലി ചെയ്യുന്നേ? ഡ്രൈവറാ. ആ പിന്നെ ഈ വിശ്വാസ മാർഗത്തിലാണോ? അല്ല. അല്ല. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്തുവാ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം പുള്ളിയെ രക്ഷിക്കും. ഈ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഒരു പാമ്പിന്റെ ഒരു സംഭവം ദൈവാത്മാവ് കാണിക്കും. പാമ്പിന്റെ ഒരു ശക്തി എന്ന് വെച്ചാൽ അധ്വാനിക്കുന്നതൊന്നും കയ്യിലില്ല. അധ്വാനിക്കുക, ഭയങ്കരമായിട്ട് അധ്വാനിക്കുക. നിങ്ങളുടെ ചങ്ക് പൊട്ടിയാ നിങ്ങൾ അധ്വാനിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു രൂപ പോലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അത് മാത്രമല്ല ഭവനത്തിന്റെ അകത്ത് സ്വസ്ഥതയില്ല. കോള് വിളിച്ചിരുന്നാലും സ്വസ്ഥതയില്ല. ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് എന്തുവാ പിശാജ് അതിനെ ചെറിയ സംഭവത്തെ തന്നെ പിശാജ് അതിനെ വലിപ്പമാക്കി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കുന്ന ഒരു സ്പിരിറ്റ്. ഇന്ന് രാത്രി മോന്റെ പേരെന്തുവാ? പവിൻ. കേട്ടില്ല. പവിൻ പവിൻ പവിൻ. പവിന് വേറെ പേരുണ്ടോ? വേറെ പേരുണ്ടോ? ഉണ്ട്. എന്താ? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. രണ്ടുപേരും ദൈവാത്മാവിനെ കാണിച്ചു. ഈ പുള്ളിക്ക് രണ്ടുപേരുണ്ട്. അത് ഞാൻ രണ്ടുപേരുണ്ടോ എന്ന് ചോദിച്ചത്. ഓമനക്കുട്ടന് വേണ്ടി അല്ലെങ്കിൽ പവിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. അവന്റെ ഡ്രൈവിംഗ് ഒക്കെ വളരെ സൂക്ഷിക്കണം. പിന്നെ ഭയങ്കര ഞാൻ പേടിപ്പിക്കാനല്ല പറയുന്നത്. നമുക്ക് ചിലപ്പോൾ സ്പിരിച്വൽ മേഖലയ്ക്കകത്ത് യവൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനർത്ഥം വന്നതിന് ശേഷം നമ്മൾ അറിയുന്നത്. പക്ഷെ ദൈവം നമുക്കിത് നേരത്തെ വെളിപ്പെടുത്തുന്നത് അതിന് മുന്നേ ഇരിക്കാനാണ്. കഴിയുവാണെങ്കിൽ ഒരു 3 ദിവസം ഉച്ചവരെയെങ്കിലും ഒന്ന് അവന് വേണ്ടി ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കണം. ഈ വർഷം തന്നെ ദൈവം അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. എന്ന് വെച്ചാൽ ഇവൻ ഒത്തിരി വിശ്വസിച്ച് കൊണ്ടു കിടക്കുന്ന കൂട്ടുകെട്ടുകളൊന്നും ശരിയല്ല. ഇവനെ ഒത്തിരി ഒത്തിരി അവൻ വിചാരിക്കും അവനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എന്തുവാ ഞാൻ കാണുന്ന എന്റെ ഒരു എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും മുന്നേ വന്നിട്ടുണ്ടോ? കേസ് മാവേലിക്കര വെച്ച് ഒരു പ്രൈവറ്റ് ബസ് അവൻ ഓടിച്ചായിരുന്നു. പ്രൈവറ്റ് ബസ് ഓടിച്ചപ്പോ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഒരാൾ മരിക്കുകയും ചെയ്തു. അത് മോന്റെ വണ്ടിയായിരുന്നു. അപ്പൊ അത് അവനെ രാത്രി തന്നെ കോടതി വിളിച്ചു, കേസ് ഫയൽ ചെയ്യാനായിട്ട് വിളിച്ചു. പക്ഷെ CC ക്യാമറ പരിശോധിച്ചപ്പോ അവന്റെ ഭാഗത്തല്ലായിരുന്നു തെറ്റ്. അപ്പൊ ദൈവം അവനെ വിടിവിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ അന്ന് കണ്ണീരോട് പ്രാർത്ഥിച്ചു. ദൈവം അവനെ അവിടെ നിന്ന് വിടിവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതേപോലൊരു സംഭവം പിശാച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഈ പിന്നെ ഒരു കേസിന്റെ അകത്തേക്ക് കുടുക്കി കൊണ്ടുപോയി അവന്റെ മാനസിക തലങ്ങളിൽ അവനെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പിശാച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവഭവനത്തിന്റെ അകത്ത് ഒരു കേസും വരരുത്. ദൈവഭവനത്തിന്റെ അകത്ത് ഒരു അനർത്ഥവും സംഭവിക്കരുത്. പിശാച് അങ്ങനെ ചെയ്യാൻ വെച്ചിരിക്കുന്നതിനെ നമ്മൾ ആത്മാവിൽ കണ്ട് അതിനെ വെട്ടണം. ബീനാന്റിയായിട്ടൊക്കെ പരിചയമാണോ? ബീനാന്റിയായിട്ടൊക്കെ നല്ല കൂട്ടാണോ? മീൻസ് വിളിക്കുകയൊക്കെ ചെയ്യുവോ ഈ സൂമിലാന്റി? ഇല്ല ബീനാന്റി ഇല്ല
കഴിയുമെങ്കിൽ ഇല്ല. ആന്റിയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ ആന്റിയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടാവും അവര്. ആ വിഷയത്തെ ഒത്തിരി സപ്പോർട്ടാവും. ചില വിഷയങ്ങൾക്കകത്ത് പുള്ളിക്കാരിക്ക് പ്രാർത്ഥിച്ച് പൊട്ടിക്കേണ്ട ഒരു ദൈവകൃപ പുള്ളിക്കാരുടെ മേൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏത് ചർച്ചിലാ പോകുന്നത്? ഞാനിവിടെ ചർച്ച് ഓഫ് ഗോഡില്. അവിടുത്തെ പാസ്റ്റർ എങ്ങനെ നിങ്ങൾക്ക് കൊണ്ട് ഇടിവെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യുവോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, ഓക്കെ, ഉണ്ട് ഉണ്ട്, ഉണ്ട്. ഉണ്ട്. അപ്പൊ അവിടെയും പറഞ്ഞ് നമ്മുടെ ആന്റിയോടും പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ച് ഈ അനർത്ഥം ഒഴിവാകണം കേട്ടോ. അത് യെസ്. മാത്രമല്ല, ഈ ഗ്രൂപ്പിനകത്ത് വന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ദൂത് കേട്ടത് അല്ലെ? ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പൊ തന്നെയും ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും നിങ്ങൾ കടപ്പാടുള്ളവരായിരിക്കണം എല്ലാ നിലവാരത്തിലും. കാര്യം ഏറ്റവും ഒരു മൈനർ അല്ല, ഒരു മേജർ ആയിട്ടൊരു സംഭവമാണ് പരിശുദ്ധാത്മാവ് കാണിച്ചത്. കേസുണ്ടെന്നും അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു സംഭവം പരിശുദ്ധാത്മാവിൽ എനിക്കറിയാം. ഡ്രൈവിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടാണ് പിശാച് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അനർത്ഥങ്ങൾ പ്ലാൻ യെസ്. ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു കേസ് ഉണ്ടാകരുത്. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പോകുന്ന ചർച്ചിലെ ദേവാസിനെ വിളിച്ചും ഈ ആന്റിയെയും വിളിച്ചും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അനർത്ഥങ്ങൾ മാറട്ടെ, ഒഴിവാകട്ടെ. ഭവനങ്ങൾക്കകത്ത് അനർത്ഥങ്ങൾ മാറട്ടെ, എല്ലാ കേസുകളും മാറട്ടെ, എല്ലാ ഓ റാബാന ഹന്താന റഗൽഖര ജഗസ്തനാദികൾ ഘടകരഗതന ഗച്ഛസി. ഒന്നിനും മടിക്കാത്ത ഒരു തലമുറയാക്കി മാറ്റുക പിശാച്. ആമൻ. പെട്ടെന്നുണ്ടാകുന്ന ചില പ്രകോപനങ്ങൾക്കകത്ത് അടുത്ത് പിന്നെ ആ മനുഷ്യന്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ പിശാച് അവരെ കരങ്ങളിൽ ഉപയോഗിച്ച് അങ്ങനെ ഒരു നിലവാരത്തിൽ ഈ സീസണിൽ പിശാച് അങ്ങനെ ചിലതിനെ വലവിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ട ടൈമായി കഴിഞ്ഞു. സഭ ശ്രദ്ധയോടെ എഴുന്നേൽക്കേണ്ട സമയമായി കഴിഞ്ഞു. ദൈവദാസന്മാർ ശക്തമായി പ്രാർത്ഥനയ്ക്കകത്ത് കയറേണ്ട സമയമായി കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ വിഷയങ്ങൾ ഒത്തിരി വലിപ്പമായിരിക്കാം, വലുതായിരിക്കാം. പക്ഷെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക ലോകമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഇന്ന് ഹല്ലേലൂയ പിശാച് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ തലമുറകളിൽ ഒന്നിനെയും പിശാച് തുടരുത്. ഉടമന ചുടമന ധിരകന ജനകല പ്രാർത്ഥിച്ചാട്ടെ, അനർത്ഥങ്ങൾ ഒഴിവാകട്ടെ. എന്തൂത് പറഞ്ഞ ശോഭ ആന്റിയും റജീന ആന്റിയും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ലൈബ്രബ സന്ധേലിയ റഗദനിയ ലഗദനിയ ലഗദനിയ അർത്ഥനഘടക ചുടകലകക്ഷ ധൂരക്കടക ധുരികടകക്ഷി അത്തിരാതികെട്ടി കർമ്മലേഖമത്തു പരമ്പലികച്ച പൽക്കൂറീകം ജനകേരീകം ലേബ്രക്കലികം ജനകാലികട്ടി കടകത്തുരികട്ടത്തി. ഒരു കാര്യം കൂടെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, എപ്പോഴും മൊബൈലിനകത്ത് ഒരു റൂമിനകത്ത് ഇരിക്കുവാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, റൂമിനകത്ത് ഇരിക്കുക. നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ചില വിഷയങ്ങൾ ദൈവാത്മാവിനെ കാണിക്കുന്നത് ആരോടാണെന്ന് എനിക്കറിയത്തില്ല, പൊതുവിലെ ഞാൻ പറയാത്. ഇത് ഫ്രണ്ട്സുമായിട്ട് കൂടി ചേർന്ന് സൈറ്റാനിക് വർഷിപ്പ് എന്ന് പറയുന്ന ഒരു പൈശാചിക മേഖലയ്ക്കകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റൂട്ട് തെറ്റിച്ച് കൊണ്ടുപോകേണ്ട ചാൻസുകളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവഭവനത്തിന്റെ അകത്തുള്ള കാര്യം പറയുന്നത്. ദൈവഭവനത്തിനകത്തുള്ളത് ഏറ്റവും കൂടുതൽ അവർ ഗെയിമിന് അഡിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിഷ്പക്ഷമായി അങ്ങനെയുള്ള ഗെയിമുകളിൽ നിന്ന് നിങ്ങൾ പിന്തിരിപ്പിക്കുക. പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് അതിനകത്ത് കേട്ടോ, ഒത്തിരി എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ടിമേ നിൽക്കണം, കരയണം. എങ്ങനെയെങ്കിലും ഇവന്മാരെ അതിനകത്തുനിന്ന് വെളിയിൽ നമുക്ക് എടുക്കണം. ഇത് പെൺകുഞ്ഞുങ്ങളായാലും അവർ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ന് നമ്മൾ കാണുന്നത് പോലെ മീഡിയ ഭയങ്കര ഹൈജീനിക് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയ്ക്കകത്താണ്. അവർക്ക് പ്രസന്റ് ആയിട്ട് അവർക്ക് കൂട്ടുകെട്ടുകളെ കിട്ടിയില്ലെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് വഴിയൊക്കെ അവർക്ക് ഒത്തിരി കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഞാൻ എന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന സൈറ്റൻ വർഷിപ്പുമായി കണക്ട് ചെയ്ത് നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ചില സ്പിരിറ്റുകൾ, ചില വ്യക്തികൾ, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തലമുറകളെല്ലാം ഭവിച്ച് പ്രാർത്ഥിച്ചേട്ടെ. റിബാന ഹന്താന ചുടകലഘടകം തിരകാനകക്ഷസ്യ. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ ഇങ്ങനെ തന്ത്രമിട്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ, ലർക്കലഘടക ബലാചകസ്ഥല. ചിലർ വിവാഹത്തിൽ സമ്മതിക്കുന്നില്ല. എത്ര പറഞ്ഞിട്ട് വിവാഹത്തിന് അവരൊന്നും അടുക്കുന്നില്ല, അവരുടെ ഭാവി ജീവിതത്തിന് അടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില വിടുതലുകൾ ഇന്ന് രാത്രി നടക്കുകയാണ്. ുടാല തിരകാല റികലഘടക ചുടകല വൈഡ റിബാന ഹസ്ത റൂബൽ കമന റിബൽ ഘടകതിര ഹസ്തിക്കാലി ഘടകം ജനകല ഘടകം ധീരാർത്ഥന കക്ഷം വർത്തികാരികട്ടി കടകക്ഷസി. ഗെയിമിന്റെ സ്പിരിറ്റുകൾ
ഫ്രീ ഫയറിന്റെ സ്പിരിറ്റുകൾ, ഫ്രീ ഫയറിന്റെ സ്പിരിറ്റുകൾ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ വിട്ട് പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. ഹോ റാഖബനഘടകസി, കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരാകേണ്ടവർ, കാലഘട്ടത്തിന്റെ ആമൻ അപ്പോസ്തലന്മാരാകേണ്ടവർ, റാസി മനാജി ബലീബ റൂബി അലിപ്പക്കാതി പരതാരി കെട്ടി കടം പലൂകജന പരന്തരി കെട്ടി കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരാകേണ്ടവർ, അവൻ കാലഘട്ടത്തിന്റെ അപ്പോസ്തലന്മാരാകേണ്ട ഉപദേഷ്ടകന്മാരാകേണ്ടവർ, ഓ ഹറാബ ടീച്ചേഴ്സ് ആകേണ്ടവർ, ഓ ഇവാഞ്ചലിസ്റ്റുമാരാകേണ്ടവരെ ഗെയിമിനകത്ത് കുരുക്കി, സൈറ്റൻ വർഷിപ്പിനകത്ത് കുരുക്കി, കൂട്ടുകെട്ടുകൾക്കകത്ത് കുരുക്കി, ഓ കേസുകൾക്കകത്ത് കുരുക്കി, ലേർബ നിഹത്തുൽ കരീമ നശികൾ കടകസി, ദൈവത്തിന്റെ വേലയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശത്രുവിന്റെ സകല ബലത്തെയും ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും നാസറനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കുടുംബങ്ങളെ വിട്ടുപുറത്തു പോകാൻ കൽപ്പിക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. നിങ്ങൾക്ക് തലമുറകൾക്ക് വേണ്ടി ശക്തമായിട്ട് ആമൻ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട സീസണാണ്. അനർത്ഥങ്ങൾ നമ്മുടെ ഭവനങ്ങൾക്കകത്തു നിന്ന് ഒഴിവാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ആമൻ ഹല്ലേലൂയ ചേർന്ന് എത്ര പേർ കർത്താവിനെ സ്തുതിക്കും. ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, നമ്മുടെ ദേശത്തെ ഒരുപാട് സ്നേഹിക്കുന്നു, നമ്മുടെ ചർച്ചിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ ആത്മാവിൽ ഉണരാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം, വേഗത്തിൽ ഒരു വചനത്തിന്റെ അകത്തേക്ക് പോകാം. വചനത്തിന്റെ അകത്തുള്ള ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ റിലീസാകും. ആമേൻ. നമുക്കെല്ലാം പരിചിതമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഒത്തിരി അടുത്ത് ഞാനിത് പ്രസംഗിച്ച വചനമാണ്. വേറൊരു വചനത്തിലോട്ട് ഞാൻ ഇരുന്നപ്പോ കർത്താവിന്റെ ആത്മാവിന്റെ പറഞ്ഞു, ഇവിടെ ഇത് തന്നെ പറയണം. കാര്യം ഇതിന്റെ അകത്ത് ഒരു വലിയ ദൈവപ്രവർത്തികൾ കാണാൻ എനിക്ക് കഴിഞ്ഞു ഈ വാക്യങ്ങൾക്കകത്ത്. ഒത്തിരി നമ്മൾ വായിച്ചു പോയ ഭാഗങ്ങളാണ്. 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കിടൻ അവനെ തിക്കിക്കൊണ്ടിരിക്കുക 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. എത്ര പടക്? വളരെ ശ്രദ്ധിക്കണം. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ കയറി. ഒത്തിരി പടകുകൾ അവിടെ ഉണ്ട്. 2 പടകുണ്ടായിരുന്നു. മറ്റു വേറെ പടകുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ശീമോന്റെ പടകിലെ യേശുവിന് കയറാൻ തോന്നി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നിന്റെ പടകിനകത്ത് യേശു കയറണം. ആമേൻ. യേശു കയറാൻ നമ്മൾ അനുവദിക്കണം. യേശു കയറാൻ അനുവദിക്കാതെ നമ്മുടെ ലൈഫിന്റെ അകത്ത് കിടക്കുന്ന സകലനെ എടുത്ത് വെളിയിലെറിയണം. ആമേൻ. ഹല്ലേലൂയ. അത്രയും പടകുകൾ ഉണ്ടായിരുന്നില്ല. യേശു കയറി നമ്മൾ രക്ഷപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ന്യായാധിപൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലിക്കന് സൗഖ്യം വരും എന്ന് പറഞ്ഞതുപോലെ യേശു എന്റെ പടകിന്റെ അകത്ത് കയറി നമ്മൾ രക്ഷപ്പെട്ടു. ആമേ. ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ വേറൊരു ദൂത് ഞാൻ നിങ്ങളുടെ കൈമാറാം. പല പടകുകൾ ഉണ്ടായിട്ട് നീ ആകുന്ന പടകിനെ യേശു സെലക്ട് ചെയ്തതിന്റെ കാര്യം ഹല്ലേലൂയ കഷ്ടപ്പെടാനല്ല, കഷ്ടത അനുഭവിക്കാനല്ല, ഒരു പെരുത്ത മീൻകൂട്ടം നിന്റെ അകത്ത് നിന്ന് പുറത്തു വരാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ താമസിച്ചിട്ടില്ല, അത് വരാൻ പോവുകയാണ്. ആമേൻ. നിങ്ങൾ എത്രമാത്രം ഹല്ലേലൂയ നെഗറ്റീവിന്റെ അകത്താണ് ഇരിക്കുന്നത് അത്രയും മാത്രം പോസിറ്റീവിലേക്ക് ചാടിക്കയറണം. അവൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും ഒരു മഴയും കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുന്നവരോട് എന്ന് പറയുന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, എത്ര മാത്രമാണോ നീ ഞെരുങ്ങുന്നത്, എത്ര മാത്രമാണോ നീ പ്രതികൂലത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നത്, നിനക്ക് പ്രശ്നമില്ലെങ്കിൽ നിന്റെ ലൈഫ് ട്രൂ സ്പിരിച്വൽ ലൈഫ് അല്ലെന്ന് ഞാൻ പറയും. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് നിന്റെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നിന്റെ ലൈഫ് സ്പിരിച്വൽ സ്മൂത്ത് അല്ല, മീൻസ് ട്രൂ സ്പിരിച്വൽ ലൈഫ് അല്ല. നിന്റെ ലൈഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ കറക്റ്റ് ട്രാക്കിലാണ്. ആമേൻ. പ്രശ്നങ്ങൾക്കകത്തൂടെ എന്നും പോകാനല്ല, ആ പ്രശ്നത്തിന്റെ അകത്ത് നിനക്കൊരു ജയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പടകുകൾ ഉള്ളതിൽ ശീമോനുള്ള പടകിൽ യേശു കയറി. അപ്പൊ ഞാനാകുന്ന പടകിൽ, എന്റെ പടകിനകത്ത്, എന്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒന്ന് കയറണം. യേശു ഒന്ന് കയറിയാൽ നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലാണ്, നമ്മുടെ തലമുറകൾക്ക് വിടുതലാണ്, നമ്മുടെ മാനസാന്തരമില്ലാത്ത ഭർത്താക്കന്മാർക്ക് വിടുതലാണ്, നമ്മുടെ മിനിസ്ട്രിക്ക് വിടുതലാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമുക്കത് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ ഞാൻ അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ശിമോന്റെ പടക് ചർച്ചായി മാറി. ഓ ഹല്ലേലൂയ. ഒത്തിരി പടകുകളുള്ളതിൽ യേശു ചാടിക്കയറി ശിമോന്റെ പടകിൽ. എന്നിട്ട് അവിടെ ഒരു ആമന് സഭായോഗം കൂടി. അവിടെ ആമൻ ആൾക്കാർ ഉപദേശിക്കുക. ഹല്ലേലൂയ. അപ്പോ ഞാൻ പറയാം, നിന്റെ വീട് ദൈവത്തിന് വേണ്ടി നീ തുറന്നു കൊടുത്താൽ നിന്റെ പടക് നിറയും, നിന്റെ ഭവനം നിറയും. ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി നീ ഒരു വിത്ത് ഇടുവാണെങ്കിൽ നിന്റെ ഭവനം നിറയും.
ഹല്ലേലൂയ. ഇല്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കാലത്തും ഉണ്ടാകത്തില്ല കേട്ടോ. ഞാൻ അതുകൂടെ പറയാം. ഈ ഭാഗം പറയുമ്പോൾ തന്നെ നിന്റെ ലൈഫിന്റെ അകത്ത് ഒരു പക്ഷെ നീ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ എന്നും ഇല്ല എന്നാണ് നിന്റെ വാചകമെങ്കിൽ ഒരു കാരണവശാലും നിന്റെ പടക് നിറയത്തില്ല. യേശു കയറിയ പടകിൽ സമൃദ്ധി ഉണ്ടാകും. എന്തുകൊണ്ടാ ഷീമോന്റെ പടക് പെരുത്ത മീൻകൂട്ടം കൊണ്ട് നിറഞ്ഞതിന്റെ കാരണമെന്ന് പറയുന്നത് പടകിനകത്ത് യേശു വരുന്നുണ്ടാ. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി നീ നിന്റെ വീട് തുറന്നു കൊടുത്താൽ, യേശുവിന് വേണ്ടി നീ നിന്റെ ഹൃദയത്തെ തുറന്നു കൊടുത്താൽ, യേശുവിന് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ, നീയാകുന്ന പടകിനകത്ത് നിനക്കൊരു പെരുത്ത മീൻകൂട്ടം കാണും, ഉറപ്പാണ്. പക്ഷെ അപ്പൊ തന്നെയും ഞാനൊരു കാര്യം കൂടെ പറയാം, നിന്റെ അധ്വാനം സീറോയിലെത്തണം. ഓ ഹല്ലേലൂയ. നിന്റെ അധ്വാനത്തിന്റെ അകത്ത് 1-2 മീനൊക്കെ ഉണ്ടായിരുന്ന തമ്പുരാൻ വരത്തില്ല, എല്ലാം പോണം. ആ മനസ്സിലാകുന്നുണ്ടോ? ചർച്ച മിനിസ്റ്റർ ചെയ്യുന്നവർക്ക് കത്തും. ഹല്ലേലൂയ. നിന്റെ പടകിൽ നിന്ന് നീ പ്രതീക്ഷിച്ചതെല്ലാം വെളിയിൽ പോണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ തമ്പുരാനെ ഇനി നീ അല്ലാതെ എന്തെങ്കിലും നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെല്ല ബിനാൻഡി. നമ്മളെ പോലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, നിനക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്യേ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് മാറിയിരിക്കുക. ഒത്തിരി അധ്വാനിച്ചു. പത്രോസ് പറഞ്ഞതുപോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഈ സീസണിൽ മൊത്തം പ്രാർത്ഥിച്ചു, മൊത്തം പൈശാചികതയെ പുറത്താക്കി, മൊത്തം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മൊത്തം ആൾക്കാർക്ക് വേണ്ടി നിന്നു. പക്ഷെ ഫലം സീറോയാണ്. അങ്ങനെ സീറോ ആകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ പടകിനകത്ത് യേശു ഉണ്ട്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ശൂന്യമായി കിടക്കുന്നത് ഓർത്ത് നീ ഭാരപ്പെടരുത്. നീ ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പടകിനകത്താണ് തമ്പുരാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം ഉള്ളവന്റെ പടകിനകത്ത്. റെജീന ആന്റി പ്രാർത്ഥിച്ച സാമ്പത്തിക വിഷയത്തിന്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുക കേട്ടോ. നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീരാൻ പോവാ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ബാധ്യതകളൊക്കെ കടം കൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നല്ലൊരു ഡ്രസ്സ് മേടിക്കാൻ പറ്റുന്നില്ല, നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കടത്തോട് കടം. എന്നാൽ ആ വിഷയത്തിന്റെ അകത്ത് ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിരിക്കും. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? എന്റെ കയ്യില് എല്ലാം സീറോ ആകുമ്പോഴേ തമ്പുരാൻ ഇരിക്കത്തുള്ളൂ. ഓ, പടകിനകത്ത് ദൈവം ഇരിക്കണമെങ്കിൽ ഞാൻ സീറോ ആകണം. ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം വല്ലവന്റെ പടകിൽ കയറിയിരിക്കും. എന്റെ പടകിൽ ഇരിക്കണമെങ്കിൽ എന്റെ കരം ശൂന്യമാകണം. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുമെന്ന് പറഞ്ഞു. യേശു സർവ്വജ്ഞാനിയാ. ഇവൻ രാത്രി മൊത്തം ഉറക്കളച്ച് അധ്വാനിച്ചിട്ട് ഇവന് ഒരു മീന് പോലും കിട്ടിയില്ലെന്ന് തമ്പുരാന് കൃത്യം അറിയാം. കാരണം ഏറ്റവും ഗുഡ് പ്രോഫറ്റ് എന്ന് പറയുന്നത് യേശുവാണ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയുന്ന യേശുവാണ്. ഏറ്റവും വലിയ അപ്പോസ്തലൻ യേശുവാണ്. ഏറ്റവും വലിയ ഉപദേഷ്ടാവ്, ടീച്ചർ, ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് യേശുവാണ്. അതുകൊണ്ട് യേശുവിന് എല്ലാം അറിയാം. യേശു ചില സമയത്ത് എല്ലാം അറിഞ്ഞിട്ട് കർത്താവ് നമ്മോട് ചില കാര്യങ്ങൾ പറയും, അല്ലെ? പൊട്ടന്മാരെ പോലെ, ദൈവമേ നീ എന്തോ ഈ പൊട്ടത്തരം പറയുവാണോ? എന്റെ അവസ്ഥ അറിയാന്നിട്ട്. ഹല്ലേലൂയ. ഞങ്ങള് ഒത്തിരി സ്ട്രഗിൾ കൂടെ കടന്നു പോകുന്ന സമയത്ത്, ആ സ്ട്രഗിൾ കൂടെ കടന്നു പോകുന്ന സമയത്താണ് കർത്താവ് പറഞ്ഞ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുക. അന്നേരം ഞാൻ മുകളിലോട്ട് പോയി, കർത്താവ് 1 രൂപയുടെ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ നീ മീറ്റിംഗ് പക്ഷെ ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും, മിച്ചവും വരും. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ദൈവം എല്ലാം നിറവിനകത്തുനിന്നല്ല ചെയ്യുന്നത്, ശൂന്യതയ്ക്കകത്തുനിന്ന് ചെയ്യുന്നത്. എന്റെ കർത്താവ് എപ്പോഴും അങ്ങനെയാണ്. പത്രോസ് രാത്രി മൊത്തം ഉറക്കളച്ചു. അവൻ ഉറക്കമില്ലാതെ തലവിരുത്ത് കിടക്കുന്നെന്ന് യേശുവിനറിയാം. ഉറക്കമില്ലെങ്കിൽ നമുക്കറിയാലോ, ഉറക്കമില്ലെങ്കിൽ നമുക്ക് തലയൊക്കെ വല്ലാത്തൊരു അനുഭവത്തില്ല. അതുപോലെ ഇവൻ കിടക്കുവാ വിശ്രമിക്കാൻ. അപ്പൊ ഇവൻ കിടക്കുന്ന ഇവന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഇവന് ഒന്നും കിട്ടിയില്ല എന്നറിഞ്ഞിട്ട് യേശു പറയുക, എടാ ആഴത്തിലേക്ക് മീൻപിടുത്തത്തിൽ വലയിറക്കാൻ. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എന്തോ പറയും, നമ്മളെന്ത് കർത്താവ് നിനക്കെല്ലാം അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ എന്തിനാ കർത്താവ് നീ പറയുന്നത്? ചില സമയത്ത് ദൈവം നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു പണി പറയും. അല്ലെങ്കിൽ ഫറവോന്റെ അടുക്കല് മോശ അയച്ചത് ആരാ? ദൂതാണ്. ചില ശുശ്രൂഷകരോടുള്ള ദൂതാണ്. ഫറവോന്റെ അടുക്കൽ പോകാൻ പറഞ്ഞത് ദൈവമാണ്. ബാധ അയച്ചത് ദൈവമാണ്. കൽപ്പിക്കാൻ പറഞ്ഞ ദൈവമാണ്. മോശ ഓരോ സമയത്തും എന്റെ ജനത്തെ വിട്ടേക്ക് ദൈവം പറയുന്ന പോലെ പറയുമ്പോൾ ദൈവം ഓരോ ബാധ ഇറക്കിക്കൊണ്ടിരിക്കുക. അവസാനം മോശയ്ക്ക് മടുത്തു, എന്തെങ്കിലും ഒന്ന്. ഹല്ലേലൂയ. പക്ഷെ അവസാനം ഭയങ്കര വിക്ടറിയിൽ ദൈവം കൊണ്ടെത്തിച്ചു. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം തീർന്നു തരിപ്പണമായിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ഇടപെടി. ഇത് നീ ചെയ്യണം, അത് നീ ചെയ്യണം. അങ്ങനെ നീ നോക്കിയ പ്രവാചക ശിഷ്യന്റെ വീട്ടില് അടതിന്ന് മോനും അമ്മയും മരിക്കാതിരിക്കുന്ന സമയത്താണ് അവിടേക്ക്
ദേവാസന അയക്കുന്നത്. ദേവാസം പറയോ മരിച്ച് തീരാൻ വേണ്ടി ഇരിക്കുന്നവളോട് പറയോ എനിക്കൊരു അട ഉണ്ടാക്കി കൊണ്ടുവരാൻ. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലോ ഹല്ലേലൂയ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ പറയുമല്ലോ എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുതെന്ന് പറയുന്ന പോലെ ആ സമയത്ത് നമ്മളെ പഴയ മനുഷ്യനൊക്കെ ഇങ്ങ് വെളി വരും. അമ്മൻ അവളോട് പറയുക നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് ആദ്യം കൊണ്ടുപോവാ. ദൈവം ഇങ്ങനെ പറയത്തുള്ളൂ. ദൈവം പ്രവാചകനിൽ കൂടെ അരുളി ചെയ്തതാണ്. ആരോട് പറഞ്ഞത്? തന്റെ ആ മകളോട്, ആ വിധവയോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എല്ലാം ശൂന്യമാകുമ്പോൾ, എല്ലാം സീറോ ആകുമ്പോൾ തമ്പുരാൻ ഒരു ഇരിപ്പങ്ങ് ഇരിക്കും എന്റെ പടകിൽ. ഇത് പറയുമ്പോ അസാധാരണമായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യം ചിലരുടെ മേൽ ആഞ്ഞടിക്കുകയാണ്. എല്ലാം അവസാനിക്കുമ്പോൾ പടകിൽ തമ്പുരാൻ ഇരിക്കും. തമ്പുരാൻ ഇരുന്നാൽ നിന്റെ പടക് നിറയും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അധ്വാനിച്ച് മടുത്തില്ലേ? ദൈവത്തിന് വേണ്ടിയായിരുന്നാലും മനുഷ്യർക്ക് വേണ്ടിയായിരുന്നാലും ദൈവനാമത്തിനായിരുന്നാലും അല്ലെങ്കിലും അധ്വാനിച്ച് മടുത്തില്ലേ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ അധ്വാനം എല്ലാം അവസാനിക്കുന്ന ഒരു ടൈമുണ്ട്. ഇപ്പൊ ആ ടൈമാ. ഈ 7ാമത്തെ ദിവസം ഇതിനകത്ത് എത്ര ഡിവൈസ് ഉണ്ട്? 64 ഡിവൈസ് ഉണ്ട്. 60 ഡിവൈസും അങ്ങനെയാണെന്ന് ദൈവാത്മാവോട് പറയുന്നു. 4% മാത്രമേ ഉള്ളൂ തട്ടി മുട്ടിയൊക്കെ പോകുന്നത്. പക്ഷെ ഇതിനകത്തിരിക്കുന്ന 60 ഡിവൈസും ഞാൻ ഈ പറയുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ തമ്പുരാനെ, എന്റെ ചർച്ചിനകത്ത് നീ ഇറങ്ങിയാലേ ഒരെണ്ണമെങ്കിലും കയറത്തുള്ളൂ. എന്റെ ബിസിനസ്സിനകത്ത് നീ ഒന്ന് ചലിപ്പിച്ചാലേ വല്ലതുമൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ശൂന്യമായത് ഓർത്ത് ഭാരപ്പെടേണ്ട, പെരുത്തത് വരാൻ സമയമായി. പെരുത്ത മീൻകൂട്ടം വരാൻ സമയമായി. നിന്റെ പടകിൽ തേടിപ്പിടിച്ച്, നിന്റെ പടകിൽ അവൻ കയറിയത് തേടിപ്പിടിച്ച്, നിന്നെ അവൻ തേടിപ്പിടിച്ചത് ഈ കൂട്ടത്തെ വെളിപ്പെടുത്താനാണ്, ഈ പെരുത്ത മീൻകൂട്ടത്തെ വെളിപ്പെടുത്താനാണ്. അപ്പോൾ തന്നെ ഈ ദൂത് പറയുമ്പോഴും ഈ ദൂത് കേൾക്കുമ്പോഴും സാഹചര്യങ്ങളൊന്നും പ്രതികൂലമായിട്ട് പോസിറ്റീവ് അല്ല. സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാ. സാഹചര്യമെല്ലാം നമുക്ക് പ്രതികൂലമാണ്. ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് പോലും ലൈഫിലില്ല. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ ഇത് വിശ്വസിക്കുമെങ്കിൽ, ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷിക്തൻ എബി അബ്രഹാം, ആ അഭിഷിക്തനോട് പരിശുദ്ധാത്മ പറയുന്നു, ഈ മേഖലക്കകത്തുകൂടെ കടന്നു പോകുന്ന അഭിഷിക്തനെ പെരുത്ത മീൻകൂട്ടം നിങ്ങളുടെ വലയിൽ കയറാൻ പോവുകയാണ്. ഹാലിൽ പിടിച്ചത് പലതും പുറത്ത് ചാടിപ്പോയി, പിടിച്ചതെല്ലാം കണ്ടവന്മാര് കൊണ്ടുപോയി. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഒരു പെരുത്ത മീൻകൂട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അഭിഷിക്തനെ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. 2027, 28 ഈ 2 ഇയറും, 2026 അല്ല, 2026 ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ചില ദൈവപ്രവർത്തികളുണ്ട്. പക്ഷെ 2027, 28 നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ആത്മാക്കളുടെ കൊയ്ത്തെന്ന് ദൈവാത്മാവോനെ പറയുന്നു. അത് മാത്രമല്ല, തമിഴ്നാട് എന്ന് പറയുന്ന ദേശവുമായി കണക്ട് ചെയ്ത ചില റിവൈവലുകൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. തമിഴ്നാടുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തമിഴ്നാടുമായി ബന്ധപ്പെട്ടൊരു വലിയ റിവൈവൽ, റിമോ ഷനാറി ലഹൂത്തൽ ബ്രൈൻഡ് ലഹൂസ്കിലി അർത്തനഘടകസിയ തുടങ്ങി വെച്ചത് പകുതി വെച്ച് നഷ്ടപ്പെട്ടു പോയി, തുടങ്ങി വെച്ചത് പകുതി വെച്ച് കൊഴിഞ്ഞുപോയി. എന്നാൽ ദൈവം അഭിഷിക്തനെ നോക്കി ഒരു വേർഡ് പറഞ്ഞു, റീസ്റ്റോറേഷൻ. ഒരു റീസ്റ്റോറേഷൻ ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നേന്ന് ചിലത് തുടങ്ങി, ചില പ്രോജക്റ്റുകൾ ദൈവാത്മ തന്നിട്ടുണ്ട്, ചില വിഷൻസ് ദൈവാത്മ തന്നിട്ടുണ്ട്. ചേർന്ന് നിൽക്കാൻ വിശ്വസ്തരായിട്ടുള്ള ചില യൂത്തിനെ ചില യൂത്തിനെ തരും. അത് മാത്രമല്ല, അഭിഷിക്തനെ നിങ്ങളുടെ നാവ് ഭയങ്കര ഷാർപ്പണായ ഒരു പ്രൊഫറ്റിക് റലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൽപ്പിക്കുന്നത് സംഭവിക്കും. അതൊരു ദേശത്തായിരുന്നാലും, ഒരു രാജ്യത്തായിരുന്നാലും, ഒരു വ്യക്തിക്കകത്തായിരുന്നാലും കൽപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. പ്രത്യേക ഹെൽത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇഷ്യൂസിനെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശാസിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായ ഒരു സെക്കൻഡ് സീസണ് വേണ്ടി എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. റോബോലോ റൂധിമന. ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ പടകിൽ യേശു കയറിയിട്ടുണ്ടെങ്കിൽ, പല പടകുകൾ ഉണ്ടായിരുന്നിട്ടും നിന്റെ പടകിനകത്ത് യേശു കയറിയെങ്കിൽ നിന്നിൽ കൂടെ തന്നെ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എടാ, നിനക്ക് സുവിശേഷ വേല പറ്റത്തില്ല, നിനക്ക് മിനിസ്ട്രി പറ്റത്തില്ല, നിനക്ക് ബിസിനസ് പറ്റത്തില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയവിടെ മുൻപിൽ നിന്റെ അകത്ത് തന്നെ ഒരു പെരുത്ത മീൻകൂട്ടത്തെ ജനിപ്പിക്കുമാറ് ഹല്ലേലൂയ ദൈവം ചെയ്യാനിരിക്കുന്ന പ്രവൃത്തി എന്തെന്ന് കാണുവാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു,
നാലാമത്തെ വാക്യം. അവൻ ശിമോനോട് പറഞ്ഞു, എന്തുവാ, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ആഴത്തിലുള്ള അനുഭവം നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. നോക്കിയാൽ എല്ലാം തകർന്നിരിക്കുമ്പോൾ ഒരു ആഴത്തിലുള്ള ഒരു എൻകൗണ്ടർ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മുടെ മിനിസ്ട്രിയിലാകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്താകട്ടെ, എല്ലാവരും കൈവിടപ്പെട്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുമ്പോൾ ഒരു ആഴം വെളിപ്പെടും. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, ആഴത്തിൽ നീ എന്നോട് ഇടപെടണം, ആത്മാവിൽ എന്നോട് ഇടപെടണം. അത് ഒരു വ്യക്തികളിൽ കൂടെ ഇടപെടാത്ത കാര്യമായിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി പറയാം, ചിലതിനെയൊക്കെ ഒറ്റയ്ക്കാക്കിയത്, ചിലതിന്റെ കൂട്ടുകെട്ടുകളൊക്കെ ദൈവം കട്ട് ചെയ്തത്, അത് സ്പിരിച്വൽ ആകട്ടെ, സ്പിരിച്വൽ അല്ലാത്തതാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, ദൈവദാസിമാരാകട്ടെ, ചിലതിനെല്ലാം കട്ട് ചെയ്യിച്ചത് നിന്നെ ഒറ്റയ്ക്ക് കിട്ടാനാണ്. അവൻ ആഴത്തിൽ നിന്നോട് എന്തൊക്കെ ദൈവത്തിന് കൈമാറാനുണ്ട്. അത് ഒരു കൂട്ടോടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നീ എപ്പോഴും ഡിപ്പെൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറ്റപ്പെടും. ഒരിക്കലും നീ ദൈവത്തിൽ കോൺസെൻട്രേറ്റഡ് ആകട്ടില്ല. ആരോടൊക്കെ പരിശുദ്ധാത്മ സംസാരിക്കുന്നു, പൊതുവിൽ ദൈവാത്മ സംസാരിക്കുകയാണ്. ഒരു പ്രവാചകൻ നിനക്കുണ്ടെങ്കിൽ ആ പ്രവാചകനിൽ മാത്രം നീ ഡിപ്പെൻഡിങ് ആയി പോവും. ഒരു ദേവദാസൻ നിനക്കുണ്ടെങ്കിൽ അവരിൽ മാത്രം ഡിപ്പെൻഡിങ് ആയി പോവും. എന്നാൽ സ്വർഗം പറയുന്നു, നിന്നെ ഒറ്റയ്ക്കാക്കിയത്, നിന്നെ അവരിൽ നിന്ന് കട്ട് ചെയ്യിച്ചത് അവരെ കുഴപ്പമില്ല, ഞാനാടാ ചെയ്യിച്ചത്. കാരണം എനിക്ക് നിന്നോട് ആഴത്തിൽ ചിലത് സംസാരിക്കാനുണ്ട്. ഇട്ടുപോയവരോർത്ത് ഭാരപ്പെട്ട ചെയ്തത് അവരല്ല ദൈവം. കാര്യം തമ്പുരാന് നിന്നോട് ഒറ്റയ്ക്ക് വേണം, നിന്നെ ഒറ്റയ്ക്ക് വേണം, നിന്നെ ഒറ്റ. ഇനി സിസ്റ്റർ പ്രാർത്ഥിച്ചു, നിന്നെ ഒറ്റയ്ക്ക് വേണമെന്ന്. ബൈബിളിൽ പറയുന്നു, ഞാൻ നിന്നെ മരുഭൂമിയിൽ വശീകരിച്ചു കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി ഹൃദ്യമായി സംസാരിക്കും. ചിലതിനെ ഒറ്റയ്ക്കാക്കിയത് ദൈവത്തിന് നിന്നോട് ആഴത്തിൽ എന്തൊക്കെ ഇടപെടാനുണ്ട്. നോക്കിയേ, ഇവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അധ്വാനത്തിന്റെ അകത്ത് ഒന്നും കിട്ടുന്നില്ല. തന്നോട് കൂടെ ഒത്തിരി കൂട്ടാളികളുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനകത്ത് പത്രോസ് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ യേശു അവന്റെ പടകിൽ കയറിട്ട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കണ വല. അല്ലെങ്കിൽ നീ ആഴത്തിലേക്ക് ഇറക്കുക. കടലിന്റെ ആഴമറിയാന്നുള്ളവൻ എവിടെ വല വീശിയാൽ മെരുത്ത മീൻകൂട്ടം കിട്ടും എന്ന എക്സ്പീരിയൻസ് ഉള്ളവനോടാ യേശു പറയുന്നത് ആഴത്തിലിറക്കാൻ. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് പറയുന്നു, കർത്താവേ, എനിക്ക് കടലിന്റെ ആഴം അറിയാം, എല്ലാം അറിയാം, പക്ഷെ എന്തിനാ ഞാൻ വലയിറക്കം ചോദിച്ചില്ല, നിന്റെ വാക്കില്. ഒരു കാര്യം, അവന്റെ ഒരു സാധ്യത, അവന്റെ ഒരു അസാധ്യത അവിടെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഒത്തിരി അധ്വാനിച്ചു. നമുക്കെല്ലാം പറയാനുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നതിൽ കണക്കില്ല, നമ്മുടെ ബിസിനസ്സിലാകട്ടെ, നമ്മുടെ മിനിസ്ട്രിയിലാകട്ടെ, പക്ഷെ ഒന്നുമില്ല. ഇതൊരു സ്പിരിറ്റാണ്. ഇതൊരു സ്പിരിറ്റാണ്. ഇത് പറയാനാണ് ഇന്ന് രാത്രി മെയിനായിട്ട് ഞാൻ ഈ മെസ്സേജ് ചൂസ് ചെയ്തത്. ഇതൊരു സ്പിരിറ്റാണ്. കാരണം ബൈബിളിനകത്ത് പറയുന്നു, നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ തിന്നും. അധ്വാനിച്ചിട്ടും നിനക്ക് ഒന്നും കിട്ടാത്തത് ഈസ് എ കേഴ്സ്. ഇതൊരു ശാപമാണ്. ഇതിനെ നമ്മൾ ഇന്ന് രാത്രി പൊളിക്കാൻ പോവാം. നമ്മുടെ ചർച്ചകൾക്കകത്തു നിന്നും, നമ്മുടെ കുടുംബങ്ങൾക്കകത്തു നിന്നും, നമ്മുടെ ബിസിനസ് ഏരിയകൾക്കകത്തു നിന്നും, നമ്മുടെ തലമുറ ജീവിതത്തിന്റെ അകത്തു നിന്നും നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് കിട്ടണം. ആമേൻ. ഹല്ലേലൂയ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തത് അതൊരു കേഴ്സാണ്. ആ കേഴ്സിനെ പൊളിക്കണമെങ്കിൽ നിന്റെ പടകിൽ യേശു കയറണം. നിന്റെ പടകിൽ യേശു കയറിയാൽ നിന്റെ ആ ശാപം പൊളിയും. ഇന്ന് രാത്രി ഞാൻ വായിക്കുന്നു. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ദൈവത്തിന്റെ വാക്കിന്, യേശുവിന്റെ വാക്കിന് പത്രോസ് ആഴത്തിൽ വല വീശുവാണ്. നോക്കിയ ചാടി പിടിച്ചോണം. അടുത്ത് നിങ്ങൾക്കുള്ള ദൂതാണ്, ചാടി പിടിച്ചോണം. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം, ഒരുമിച്ച് പറഞ്ഞ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാത്ത കേഴ്സിനെ അവന്റെ പടകിൽ യേശു കയറിയപ്പോൾ അവന്റെ മേലുള്ള കേഴ്സിനെ പൊട്ടിച്ച് ഒരു പെരുത്ത മീൻകൂട്ടത്തെ പത്രോസിന് കൊടുത്തുവെങ്കിൽ നിന്റെ പടകിൽ യേശു കയറിയാൽ നിന്റെ ഇന്നുള്ള ഒന്നുമില്ലായ്മയുടെ കേഴ്സിനെ തമ്പുരാൻ പൊട്ടിക്കും. പ്രാർത്ഥിച്ച് നിന്റെ ബിസിനസ്സിനകത്ത് നിനക്കൊന്നും കാണാൻ കഴിയുന്നില്ല, നിന്റെ മിനിസ്ട്രിക്കകത്ത് നിനക്കൊന്നും കാണാൻ കഴിയുന്നില്ല, നിന്റെ കുടുംബത്തിനകത്ത് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഒരു ജോബിന് വേണ്ടി ശ്രമിച്ചാൽ അത് പാഴായി പോകുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മൾ ഓർക്കുന്നില്ല. ഒരു ശുശ്രൂഷ മേഖലകൾ തുറന്നു കിട്ടുന്നില്ല. ഇതെല്ലാം കേഴ്സാണ്. നിന്റെ പടകിനകത്ത് യേശു കയറിയാൽ ഈ ശാപങ്ങൾ പൊളിയും. ആരാധിച്ചോ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം, ഒരു വലിയ ദൈവകൃപ ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. അതുനകടക ശംധന റകൽ കടകസി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവബദലെ, ഇതാ നിനക്ക് വേണ്ടി റിസൾട്ട്. ഒരു പെരുത്ത മീൻകൂട്ട നിന്റെ വലയ്ക്കകത്ത് കയറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്നും കിട്ടുന്നില്ല എന്ന ശാപത്തെ അഴിച്ച ഇതാ തമ്പുരാൻ നിന്റെ പടകിൽ കയറി അടകമന ചുടകലകടകശസി പെരുത്ത മീൻകൂട്ടത്തെ നിന്റെ കരത്തിൽ തന്ന് വല കീറാകുന്നത്തോളം പെരുത്ത മീൻ അപ്പുറത്ത് നിന്നും കൂട്ടാളികളെ വിളിക്കുന്ന
വിധത്തിൽ നിന്റെ പടക് നിറയാൻ പോകുന്നു. പ്രാർത്ഥിച്ചോ. ആമേ ചർച്ചുകൾ നിറയട്ടെ. ഉടകമന ഹന്തന ബിസിനസ് മേഖലകൾ ഫ്ലറിഷ് ആകട്ടെ. സാമ്പത്തിക ബാധ്യതകൾ മാറിപ്പോകട്ടെ. ചുടബല ഹന്തന റഗൽ ഘടക ചന്ദൂനിയ. പ്രാർത്ഥിച്ചോ കേട്ടോ. ചില കെട്ടുകൾ പൊളിയുകയാണ്. ആമേ റബാല ഹത്തുരകൽ ഘടകസി ലെബ്ര ഹസീന റുദോനിയ ലിബ്രഖല ജുഡഘടകദനം അർത്തിനക ശംധേനിയ. ആരാധിച്ചു റുഖോ റബ ലിബ്ര കവന ബല ഘടകം ജുഡികല ഘടകം അർത്തനക ശകൽ കടികേതി ജുഡഗതിര ഘടക ലിധനകക്ഷപാതി ഘട്ടം ഉദകല ഘടകം ജുഡഗാധിക ശസി ഫർത്തിരച്ചപാതി കലകച്ചുടികേതി ലിബ്ര ഹസി ഫോ സികൽക്കന. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രി ഞാൻ റിലീസാക്കുന്നു. ചർച്ചകൾക്കകത്ത് റിലീസാക്കുന്നു. ആത്മാക്കളെ മോഷ്ടിച്ചോണ്ട് പോകുന്ന ശാപം അറിയുക. ആത്മാക്കളെ തിരിപ്പിച്ച വ്യക്തികൾ തിരിപ്പിച്ച ആത്മാക്കളെ തിരിപ്പിക്കുന്ന സ്പിരിറ്റുകൾ ലിബ്രഹോസിയാത്തന ആമൻ വർക്കുകൾ തുടങ്ങിയിട്ട് പകുതി വഴിയിൽ വെച്ച് അതിനെ ആമൻ പൂട്ടിക്കെട്ടുവാൻ നോക്കുന്ന ശാപങ്ങൾ ലിബ്രഹോസിഖാതലിമോ പാർത്തിന ജുഡേദലി കടകസി. യേശുവിന്റെ നാം ചില ദേശശക്തികൾ ഇന്ന് രാത്രി തകർന്നു മാറുകയാണ്. ചില ദേശശക്തികൾ തകരുന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചു. നിന്റെ മേലെ യാത്രയുമായി ബന്ധപ്പെട്ട കെട്ടിനെ പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും കയറി പോകാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും മൂവിങ് ആകത്തില്ല. ഇന്ന് രാത്രി നിന്റെ മേലെ കെട്ടിനെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുന്നു. അടകബലഘടകക്ഷസി ഒന്നും കിട്ടുന്നില്ല എന്ന ശാപം ലാബ്രഹോസബാനിയ ലെബ്രുദൂസികൾ ജുഡില ഹന്തേരി ലീബ്ര ഹന്തൂനി പരായിനി 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 ലബ്രു കമന. പ്രാർത്ഥിച്ചോ. ഒരു ഭയങ്കര സാന്നിധ്യം ഇന്ന് പകൽ ഈ മീറ്റിംഗിന്റെ അകത്ത് കൈമാറുകയാണ്. അടകധനഘടകശസിയ ചില കെട്ടുകൾ പൊളിയുകയാണ്. അതിന്റെ താഴോട്ടുള്ള പറയുന്നു, പെരുത്ത മീൻകുട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറുവോളം നിറച്ചു. തമ്പുരാൻ പടകിൽ കയറിയാൽ നിന്റെ പടക് മുങ്ങുമാറുവോളം നിറയ്ക്കും. ആമേൻ. ശാപം പൊട്ടിയാൽ ഇത് അവസ്ഥ. നിന്റെ മേലുള്ള കേഴ്സ് പൊട്ടിയാൽ ഇത് അവസ്ഥ. നിന്റെ പടകിൽ തമ്പുരാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നിന്റെ മേലുള്ള സകല ശാപത്തെ മഴിച്ചുകൊണ്ട് നിന്റെ പടക് അവൻ മുങ്ങുമാറുവോളം വല കീറാറാകുവോളം റബ ഖമനഗദനഗടകസിയ. ഇതാ നിന്റെ പടക് നിറയുകയാണ്. നിന്റെ സഭ നിറയുകയാണ്. നിന്റെ ഭവനത്തിന്റെ ആരക്ഷിത അവസ്ഥകൾ മാറുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് ശത്രു വിട്ടിരിക്കുന്ന കെട്ടുകൾ അഴിയുകയാണ്. അനർത്ഥങ്ങൾ ഒഴിവാകട്ടെ. രാത്രി പ്രാർത്ഥിച്ചോ. ഷീജാന്റി പ്രാർത്ഥിച്ചു. നിന്റെ കണ്ണുനീരിന് പ്രതിഫലമായി ഒരു പെരുത്ത മീൻകൂട്ടം നിന്റെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. നിന്റെ കുടുംബത്തിന്റെ ചിലതിനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം പൊക്കാൻ പോകുന്നു. അടകമനഘടകശസി മാനസാന്തരമില്ലാതെ ഭവനത്തിന്റെ അകത്തിരിക്കുന്ന ചിലതിനെ ദൈവം പൊക്കും. അടബല ധൂട ലകത്തരി കട്ടി ആദകച്ചസി. ആരുടെയൊക്കെ മേൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായിട്ടുള്ള ചരിത്രം സൃഷ്ടിക്കുന്ന സാന്നിധ്യം. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷയുടെ ചരിത്രങ്ങൾ മാറാൻ പോകുന്നു. നീ കേവലം ഒരു കൂടിനകത്ത് ഒതുങ്ങാതെ നിന്നെ പുറത്ത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ ലെവൽ. ഈ ഉപവാസത്തിന്റെ 7ാമത്തെ ദിവസം ഇത് ജയത്തെ ദൈവം കൈമാറുന്നു. അടാറികൽക്കതിനകക്ഷസി 7 എന്ന് പറയുന്നത് ഒരു ഫുൾനെസിന്റെ സംഖ്യയാണ്. ഇന്ന് രാത്രി ആ ഫുൾനെസ് റിസീവ് ദ മൈറ്റി അനോയിന്റിംഗ് ഉടമന ഹത്തട ലഗസി. നമ്മൾ തമ്മിൽ ഒത്തിരി സ്പേസ് ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി എനിക്ക് തിരിച്ചറിയാം. ചില വ്യക്തികളുടെ മേൽ ചില വ്യക്തികളുടെ ശിരസിന്റെ മേൽ റൗണ്ട് ഷേപ്പിൽ ഒരു സാന്നിധ്യം മിന്നിച്ചുറ്റുകയാണ്. റൗണ്ട് ഷേപ്പ് ശാപത്തെ പൊട്ടിച്ചു കയറാം. നിന്റെ പടകിനകത്ത് യേശു കയറുകയാണ്. നിന്റെ ചർച്ചിന്റെ അകത്ത് യേശു കയറുകയാണ്. പെരുത്ത മീൻകൂട്ടം ചുടമന ചുടകലഘടക ശംധാനിയസ്കലിയർത്തന. പിതാവിന്റെ സ്വർഗ്ഗ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ വചനത്തിലുള്ള സകല ബ്ലെസ്സിങ്ങുകളും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തിലേക്ക് ഞാനിപ്പോൾ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പെരുത്ത മീൻകൂട്ടം വല കീറാറാകുവോളം പെരുത്ത മീൻകൂട്ടം കിട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുത സാക്ഷ്യങ്ങൾ ഇതിന്റെ അകത്ത് നിലനിൽക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നൽകപ്പെട്ട നല്ല ദൈവസ്ഥാനത്തിന് നന്ദി, വചനത്തിനായി നന്ദി, പ്രൊഫറ്റിക്കൽ വേർഡുകൾക്കായി നന്ദി കർത്താവെ. അപ്പൊ ഇത്രയും സമയം ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ അകത്ത് നീ തന്നുകൊണ്ടിരുന്ന റെവലേഷനായി, വിസ്ഡത്തിനായി, സാന്നിധ്യത്തിനായി നന്ദി. ഈ മീറ്റിംഗ് കഴിഞ്ഞിരുന്നാലും ഈ സാന്നിധ്യം ഞങ്ങളിൽ തുടരട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുകയാണ്. നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രയും സമയം അനുവദിച്ച കർത്താവിന്റെ ദാസിയോട് നന്ദി അറിയിക്കുന്നു. ഒരു പെരുത്ത മീൻകൂട്ടത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.